ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും 1 മില്യൺ സ്റ്റിച്ചിങ്ങിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കുട്ടി ഫ്രോക്കാണ് ചെയ്യുന്നത് കേട്ടോ. 1 വയസ്സ് മുതൽ 2 വയസ്സുള്ള കുട്ടികൾക്കുള്ള ഹോൾഡർ നെക്ക് ബേബി ഫ്രോക്ക് എങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിന് ക്ലോത്ത് വേണ്ടത് 1.25 മീറ്റർ ആണ് കേട്ടോ. അപ്പോൾ ഇത് യോക്ക് പീസായിട്ട് എടുക്കുന്നുണ്ട്. ഇത് സ്കർട്ട് പോർഷനാണ് കേട്ടോ. ഇത് അതിന് വേണ്ടിയിട്ടുള്ള ലൈനിങ് ആണ്. യോക്ക് പീസിന് മാത്രമേ ലൈനിങ്ങിൻ്റെ ആവശ്യമുള്ളൂ. സ്കർട്ട് പോർഷൻ അപ്പോൾ നമുക്ക് ബേബി ഫ്രോക്കിനെ മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ 4 ലെയർ എടുത്തിട്ടുണ്ട്, 4 പീസ് ഉണ്ട് കേട്ടോ. ഇത് ബാക്ക് പീസാണ്, ഇത് ഫ്രണ്ട് പീസാണ്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് തയ്ച്ച് കഴിയുമ്പോഴത്തേക്ക് 8 ഇഞ്ചാണ് വേണ്ടത്. പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്ത് 9 ഇഞ്ച് മാർക്ക് ചെയ്യാം. 2 ഭാഗത്ത് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ലൈൻ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ ഇവിടെ വേണ്ടത് 4.5 ഇഞ്ചാണ്. ആ 4.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം. അതുപോലെ ആം ഹോൾ വേണ്ടത് 4.5 ഇഞ്ചാണ് കേട്ടോ. ആം ഹോൾ ഇതുപോലെ 4.5 ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്യാം. അതേപോലെ ഇവിടെ 4 ഇഞ്ച് ഉണ്ടോ എന്ന് നോക്കാം കേട്ടോ. ഉണ്ട്, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്ന് ബോക്സ് ആക്കി കൊടുക്കാം. ഇതുപോലെ ഇവിടെ ഒന്ന് ബോക്സ് ആക്കി കൊടുക്കാം. ഇനി ചെസ്റ്റ് വണ്ണം മാർക്ക് ചെയ്യാം. ചെസ്റ്റ് വണ്ണം 5.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അതിവിടെ മാർക്ക് ചെയ്യാം. 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഇവിടെ മാർക്ക് ചെയ്യാം. 6 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് വേസ്റ്റ് വണ്ണം മാർക്ക് ചെയ്യാം. വേസ്റ്റ് വണ്ണം ഇവിടെ 5 ഇഞ്ചാണ് വേണ്ടത്. 5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം. 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്യാം. ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി വേസ്റ്റ് വണ്ണത്തിൻ്റെ ഈ കോർണറിൽ നിന്ന് മുകളിലോട്ട് 1/2 ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്യാം. എന്നിട്ട് ചെറിയൊരു ഷേപ്പ് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ അവിടെ തൂങ്ങിക്കിടക്കും. അതില്ലാതാക്കാണ് ഈ ഷേപ്പ് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ചെയ്യാം. നെക്സ്റ്റ് ആം ഹോൾ ഷേപ്പ് വരക്കാം. ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. ഇത് ബാക്ക് പീസ്, ഫ്രണ്ട് പീസ്. ബാക്കിനും ഫ്രണ്ടിനും ഒരേ നെക്കിൻ്റെ ലെങ്ത്താണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പം നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നത് 2.5 ഇഞ്ചാണ്. നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത് 4 ഇഞ്ചാണ്. അതേപോലെ ഇവിടെയും മാർക്ക് ചെയ്യാം. ഇതുപോലെ ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഒരു ബോക്സ് ആക്കി കൊടുക്കാം. ബോക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുന്നതേ ഉള്ളൂ കേട്ടോ. ചെറിയ വി ആ കൊടുക്കുന്നത് ഈ ഒരു രീതിയിൽ. അപ്പം വി കറക്റ്റായിട്ട് മനസ്സിലാവാനായിട്ട് ഇതുപോലെ സ്ക്വയർ വരച്ചതിന് ശേഷം നിങ്ങൾക്ക് കറക്റ്റ് വി കിട്ടാനായിട്ട് ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. ഇതുപോലെ വരച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ കാണാം. എന്നിട്ട് ഇവിടുന്ന് അതായത് ഇങ്ങോട്ടേക്കല്ല, ഈ ഒരു ഭാഗത്തേക്ക് അരേഞ്ച് എടുത്ത് മാർക്ക് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഷേപ്പ് കൊടുത്താൽ മതി. കറക്റ്റ് വി കിട്ടും കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള വി ആയിരിക്കും കിട്ടാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ കൂടെ ലൈനിങ് കൂടി കട്ട് ചെയ്യാം. ഇതുപോലെ 4 മടക്കാം. ഈ ലൈനിങ്ങിൻ്റെ മുകളിൽ ഈ ക്ലോത്ത് ഇതുപോലെ വെച്ച് കൊടുക്കാം. മെയിൻ ക്ലോത്ത് ഇതുപോലെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. നെക്കും കൂടി കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് പീസാണ്. ഇത് ബാക്ക് പീസ്. ഇതെൻ്റെ ലൈനിങ് ആണ്. ലൈനിങ് ആണ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ട, ഫ്രണ്ട് പീസിനൊന്നും ചെയ്യേണ്ട, ബാക്ക് പീസിന് മാത്രം ചെയ്താൽ മതി. ബാക്ക് പീസ് ഇതുപോലെ മടക്കി കൊടുക്കാം. ബാക്ക് പീസിൻ്റെ ആം ഹോളിൻ്റെ എൻഡ് പോർഷനിൽ ഇവിടെ നിന്നും ഇവിടത്തേക്ക് ലെവലാക്കി കൊടുക്കാം. എന്നിട്ട് അവിടെ കട്ട് ചെയ്ത് കൊടുക്കാനുണ്ട്. ഈ ഒരു ലെവലിൽ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ തയ്യൽ തുമ്പിനായിട്ട് കുറച്ച് മാർക്ക് ചെയ്യാനുണ്ട്. ഈ ഒരു ലെവലിൽ വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട്. ഈ ഒരു ലെവലിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇത് തയ്ച്ച് വരുമ്പോഴത്തേക്ക് ഈ ഒരു അളവിൽ കിട്ടും കേട്ടോ. ഈ ലെവൽ ഫുള്ളായിട്ടും കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഹോൾഡർ നെക്കിനായിട്ട് ഇതുപോലെ 2 പീസ് കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ നീളം ഞാൻ എടുത്തിട്ടുള്ളത് 23 ഇഞ്ച്, വീതി എടുത്തിട്ടുള്ളത് 3 ഇഞ്ചാണ് കേട്ടോ. രണ്ടിനും ഒരേ നീളം ഒരേ വീതിയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മൾ അടുത്ത് ചെയ്യുന്ന സ്കർട്ട് പോർഷനാണ്. ഞാൻ ഈ ഒരു കളറുള്ള മെറ്റീരിയലാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് 2 പീസ് ഉണ്ട്. ഈ പീസിന് 2 ഇതുപോലെ മടക്കിയതിന് ശേഷം നമ്മൾ കോണായി മടക്കി കൊടുക്കാം. ഈ ഒരു ഇതിൽ കോണായിട്ട് മടക്കി കൊടുക്കാം. ഇതിപ്പോൾ 2 ലെയർ ഉണ്ട്. ഇതുപോലെ കോണായി മടക്കി കൊടുക്കാം.
കണ്ടില്ലേ, സമൂസ പോലെയാണുള്ളത്. ഇത് ഫ്രണ്ട് പീസിനായിട്ട്, ഇത് ബാക്ക് പീസിനായിട്ട്. ഈ ഒരു രീതിയിലാണ് നമ്മളിതിന് മടക്കി കൊടുക്കേണ്ടത് കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ യോക്ക് പീസ് ഇല്ലേ, യോക്ക് പീസ് എടുക്കാം. യോക്ക് പീസ് എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഈ ഒരു രീതിയിൽ വെച്ച് കൊടുത്തിട്ട് ഈ ഒരു അളവിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു അളവിൽ തന്നെ ഇങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. ഇങ്ങനെയാണ് വരുന്നത്, ഞാൻ കാണിച്ചു തരാമേ. ഈ ഒരു രീതിയിലാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഈ അംബ്രല സ്കേർട്ടൊക്കെ കട്ട് ചെയ്യാനായിട്ട് കാൽക്കുലേഷൻ ഉണ്ട്, അതിൻ്റെ റേഡിയേഷനൊക്കെ കാണാനുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. തയ്ച്ച് തുടങ്ങുന്നവർക്ക് പോലും മനസ്സിലാവുന്ന രീതിയിലാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ റേഡിയേഷൻ അടക്കം ഉള്ള വീഡിയോ വേണമെന്നെങ്കിൽ, അംബ്രല ഫ്രോക്കിൻ്റെ കട്ടിങ് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ വീഡിയോ ചെയ്യാം. അപ്പം നമ്മൾ എന്ത് ചെയ്യാം, ഈ ഏറ്റവും മുകളിൽ ഇവിടെ നിന്ന് ഇവിടത്തേക്ക് എത്ര വന്നിട്ടുള്ളത് നോക്കാം. ഇപ്പോൾ വന്നിട്ടുള്ളത് 7.5 ഒരു പോയിൻ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതേപോലെ എന്ത് ചെയ്യാം, ഈ കോർണറിൽ നിന്ന്, ഈ മുകളിലത്തെ കോർണറിൽ നിന്ന് ഇതുപോലെ എവിടെയാണ് 7.5 ഒരു പോയിന്റ് വരുന്നത് അവിടെ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ കട്ട് ചെയ്യേണ്ടത് ഈ ഒരു മാർക്കിങ്ങിൽ കൂടിയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. എന്നാലും നമുക്ക് ആ കറക്റ്റ് ആ ഒരു മെഷർമെൻറ്റിൽ വരുള്ളൂ. അപ്പോൾ നമുക്കത് മെഷർ ചെയ്തെടുക്കാം. കറക്റ്റായിട്ട് വരുന്നുണ്ടോ നോക്കാം. ഇതുപോലെ വെച്ച് കൊടുക്കാം. കറക്റ്റ് മെഷർമെൻറ്റിൽ വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്താൽ മതി. ഇതിൻ്റെ വേസ്റ്റ് ആണ് മാർക്ക് ചെയ്ത് ഇനി ലെങ്ത്ത് മാർക്ക് ചെയ്യാം. ലെങ്ത്ത് വേണ്ടത് 12 ഇഞ്ചാണ് കേട്ടോ. ഇവിടെ എനിക്ക് 10 ഇഞ്ച് കിട്ടുന്നുള്ളൂ. അപ്പോൾ 2 ഇഞ്ചും കൂടി മാർക്ക് ചെയ്യാം. ഒരു പീസ് 10 ഇഞ്ച് വരുന്നുള്ളൂ. ബാക്കിയുള്ള 3 പീസും 12 ഇഞ്ച് കിട്ടുന്നുണ്ട്. ഒരു പീസ് മാത്രമേ 10 വരുന്നുള്ളൂ. അത് ജസ്റ്റ് ഒരു പീസും കൂടി കൂട്ടി കൊടുക്കുക ഇവിടെ. അതേപോലെ ഇവിടെ ഇതുപോലെ 12 എടുത്ത് മാർക്ക് ചെയ്യാം. ഇവിടെ ഇതുപോലെ 12 എടുത്ത് മാർക്ക് ചെയ്യാം. എങ്ങനെ ചുറ്റിച്ചും മാർക്ക് ചെയ്തെടുത്താൽ മതി. ഈ ഒരു പീസിന് മാത്രം ഇല്ല, തുണി തികയുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, ഇതൊക്കെ എടുത്തിട്ട് നമുക്കിവിടെ പീസ് കൂട്ടി കൊടുക്കാം. അപ്പോൾ കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ് വരും. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് ഓപ്പൺ ആക്കുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഒരു പീസ് കൂട്ടാം കേട്ടോ. നമ്മളിവിടുന്ന് ഒരു ഭാഗത്തു നിന്ന് എടുത്ത ആ ഒരു പീസ് എടുക്കാം. ഒരു പീസ് മാത്രം മതി. ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഈ ബാക്ക് ഇതിന് കറക്റ്റായിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. എടുക്കാം, മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് വേണ്ടത് ഈ ഒരു രീതിയിൽ ഇങ്ങനെയാണ് വേണ്ടത്. അത് ഇവിടത്തേക്ക് വേണം, ഇങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ തയ്യൽ തുമ്പിനായിട്ട് ഇവിടെയാണല്ലോ കറക്റ്റ് മെഷർമെൻറ്റ് വരുന്നത്. ഇതാണ് കറക്റ്റ് മെഷർമെൻറ്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് വരുന്നത് ഇങ്ങനെയാണ്. ഈ ഒരു രീതിയിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇത് മാറ്റി കൊടുക്കുക. ഇത് മാറ്റിയിട്ട് നമ്മൾ തയ്യൽ തുമ്പിനായിട്ട് എത്ര ഒരു 1/2 ഇഞ്ച് കൊടുക്കൂലേ, ആ 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ ആ ഇതിൽ ഈ ഒരു രീതിയിൽ ഇങ്ങനെ വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ കണ്ടില്ലേ, ഇതെടുത്തിട്ട് എന്ത് ചെയ്യാം, ഇതുപോലെ സ്റ്റിച്ച് എടുക്കാം. ഇതുപോലെ ഇവിടെ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് എടുക്കാം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പം ഇതുപോലത്തെ 2 പീസ് എടുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഹോൾട്ടർ നെക്കിനായിട്ട്. അപ്പോൾ ഇത് ഇതുപോലെ രണ്ടായി മടക്കാം. രണ്ടായി മടക്കിയതിന് ശേഷം ഒരു ഭാഗം ഇതുപോലെ ക്രോസാക്കി ഈ ഒരു രീതിയിൽ ചെയ്യാം. സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ അറ്റം വരെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു ഭാഗം മാത്രമേ നമ്മൾ ക്രോസാക്കി കൊടുക്കണ്ടൂ. ഇതുപോലെ സ്റ്റിച്ച് എടുക്കാം. അതേപോലെ ഇതും ചെയ്തെടുക്കാം. 2 പീസും ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ അകത്തോട്ട് തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ ഇതും ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്യുന്ന എങ്ങനെ നോക്കാം. അതിനായിട്ട് യോക്ക് പീസിൻ്റെ മെയിൻ ക്ലോത്ത് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇത് റോങ് സൈഡാണ്, ഇത് നല്ല സൈഡാണ്. ഇതുപോലെ വെച്ചതിന് ശേഷം ഈ ബാൻഡ് എടുക്കുക. ബാൻഡ് എടുത്തിട്ട്
ഈ ഫോൾഡറുള്ള ഭാഗം താഴേക്ക് വരുന്ന രീതിയിൽ, ഓപ്പണുള്ള ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഈ ഒരു രീതിയിൽ വെച്ച് കൊടുക്കാം. ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇവിടെ അരയിഞ്ച് തയ്ച്ച് പോകാനുള്ളതാണ്, ഇവിടെ അരയിഞ്ച് തയ്ച്ച് പോകാനുള്ളതാണ്. ഈ ഒരു രീതിയിൽ വെച്ചതിന് ശേഷം അതുപോലെ രണ്ട് ഭാഗത്തും ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇതുപോലെ വെച്ചതിന് ശേഷം ലൈനിങ് ക്ലോത്ത് എടുക്കാം. ക്ലോത്ത് എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഈ ഒരു രീതിയിൽ വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു രീതിയിൽ ഇതായി കാണിക്കുന്ന പോലെ സ്റ്റിച്ച് എടുക്കാം. കണ്ടില്ലേ, ഇവിടത്തേക്ക് വരുന്നുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ സ്റ്റിച്ച് എടുക്കാം. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് എടുക്കാം. അതേപോലെ ഈ പീസും ഇതുപോലെ സ്റ്റിച്ച് എടുക്കാം. ഇത് നല്ല ഭാഗമാണ്, ഇത് റോങ് സൈഡാണ്. നേരത്തെ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഈ ഒരു രീതിയിൽ ഇവിടുന്ന് ഇവിടത്തേക്ക് സ്റ്റിച്ച് എടുക്കാം. എന്നിട്ട് ഇങ്ങനെ അകത്തോട്ട് മറിച്ചിട്ട് കൊടുത്താൽ മതി. ഈ രീതിയിലാണ് വരുന്നത് കേട്ടോ. ഇതും അതുപോലെ സ്റ്റിച്ച് എടുക്കാം. അപ്പോൾ ഇവിടെ 2 സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ സ്റ്റിച്ച് ചെയ്യേണ്ട ഈ പോർഷനിൽ കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കാം. ഈ കോർണറിൽ ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഇതുപോലെ ആക്കി കൊടുത്താൽ മതി. ഇനി ചെയ്യേണ്ടത് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതേപോലെ ഇതും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ അകത്തോട്ടാക്കി കൊടുക്കാം. ഇതിന് ഈ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഡബിളായി മടക്കാം. എന്നിട്ട് സെൻറ്ററിലൊരു നോച്ച് കൊടുക്കാം. അതേപോലെ ഇതിൻ്റെ സെൻറ്ററിലും ഒരു നോച്ച് കൊടുക്കാം. ഇതുപോലെ ഡബിളായി മടക്കാം. നോച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു പീസ് ഉണ്ടായിരുന്നു, അത് കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്. നമുക്കിത് അറ്റാച്ച് ചെയ്യാം. അപ്പം ഇതിൻ്റെ സെൻറ്റർ നോക്കിയിട്ട് ഇവിടെ ഒരു നോച്ചും കൂടി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു പീസ് എടുക്കാം. അറ്റാച്ച് ചെയ്യുന്ന എങ്ങനെ നോക്കാം. ഇതുപോലെ വെക്കാം. ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടുന്ന് ഇങ്ങനെ വെച്ച് ഈ ഒരു രീതിയിൽ സെൻറ്റർ വന്നിട്ടുണ്ട്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് ബാക്ക് പോർഷനാണ്. അതേപോലെ ഫ്രണ്ട് പീസും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ വെച്ചിട്ട് ഇത് നല്ല ഭാഗമാണ്, ഇതുപോലെ വെക്കാം. ഇവിടെ സെൻറ്റർ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഇങ്ങനെ വെച്ച് ഇവിടെ വരെ സ്റ്റിച്ച് എടുക്കാം. ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് എടുക്കാം. യോക്ക് പീസും സ്കേർട്ട് പോർഷനും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. അതേപോലെ ബാക്ക് പോർഷനും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ബാക്ക് പീസ് ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ബാക്ക് പോർഷനിൽ ഈ ഡോറി ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇവിടെയാണ് ഡോറി വെക്കുന്നത്. ഈ ഒരു പോർഷനിൽ ഡോറി വെച്ച് കൊടുക്കാം ഇങ്ങനെ. അതേപോലെ ഈ ഡോറിയും ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഫ്രണ്ട് പോർഷൻ, ഇത് നല്ല ഭാഗമാണ്, ഇത് നല്ല ഭാഗമാണ്. അത് നല്ല ഭാഗവും ഇതുപോലെ ഒരുമിച്ച് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ തയ്യൽ തുമ്പ് ഇട്ടിരിക്കുന്നത് 1 ഇഞ്ചാണ്. ആ 1 ഇഞ്ച് ഇവിടെ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം. 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് വിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത്. ആ 1 ഇഞ്ച് ഇതുപോലെ 2 സൈഡിലും മാർക്ക് ചെയ്ത് സ്റ്റിച്ച് എടുക്കാം. 2 ഭാഗത്തും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ട ഏറ്റവും താഴെ ഇതുപോലെ 2 ഫോൾഡ് ചെയ്യുക. ഫസ്റ്റ് ഒരു ഫോൾഡ് ചെയ്യുക, വീണ്ടും ഒരു ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് ചുറ്റിലും ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. 2 ഭാഗത്തും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഏറ്റവും താഴെ മടക്കി തയ്ച്ചിട്ടുണ്ട്. 2 ഫോൾഡിങ് ആയിട്ട് മടക്കി തയ്ച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് നല്ല ഭാഗത്തോട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളെ വിലയേറിയ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കല്ലേ.